എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ത്രെഡ് കട്ടിങ്, നമ്മൾ ത്രെഡിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ത്രെഡ് കട്ടിങ്, ഡൈസ് ഉപയോഗിച്ച് എങ്ങനെ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഡൈസ് ഉപയോഗിച്ച് ത്രെഡ് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ സാധാരണയായിട്ട് വളരെ ചെറിയ സൈസിലുള്ള, അതായത് നമുക്ക് ഒരു 8 mm, 10 mm, 12 mm ഒക്കെ വരെയുള്ള സൈസിൽ ഉള്ള ത്രെഡുകളാണ് നമ്മൾ സാധാരണ ഹാൻഡ് ഡൈസ് ഉപയോഗിച്ച് നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ഡൈ എന്ന് പറയുന്നത്. ഡൈ ആൻഡ് ഡൈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ത്രെഡ് കട്ടിങ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഏതൊക്കെ ടൈപ്സ്, 2-3 ടൈപ്പ് ഡൈകളുണ്ട്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. യൂസസ് ഓഫ് ഡൈസ്. ത്രെഡിങ് ഡൈസ് ആർ യൂസ്ഡ് ടു കട്ട് എക്സ്റ്റേണൽ ത്രെഡ്സ് ഓൺ സിലിണ്ടറിക്കൽ വർക്ക് പീസസ്. അപ്പോൾ സിലിണ്ടറിക്കലായിട്ടുള്ള റോഡുകളിൽ ആണ് നമ്മൾ ഡൈസ് ഉപയോഗിച്ച് ത്രെഡ് കട്ട് ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡൈസ് ഉപയോഗിക്കുക. ടൈപ്സ് ഓഫ് ഡൈസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈസ് ഉണ്ട്. ദ ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈസ്: സർക്കുലർ സ്പ്ലിറ്റ് ഡൈ ഓർ ബട്ടൺ ഡൈ, ഹാഫ് ഡൈ, അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. ഈ 3 ടൈപ്പ് ഓഫ് ഡൈസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്നാമതായിട്ട് സർക്കുലർ സ്പ്ലിറ്റ് ഡൈ ഓർ ബട്ടൺ ഡൈ എന്ന് പറയുന്നത്. ദിസ് ഹാസ് എ സ്ലോട്ട് കട്ട് ടു പെർമിറ്റ് സ്ലൈറ്റ് വേരിയേഷൻ ഇൻ സൈസ്. നമ്മൾ ഈ സ്പ്ലിറ്റ് ഡൈയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഒരു സ്പ്ലിറ്റാണ്, അതായത് അതിൻ്റെ കുറച്ച് ഭാഗം മെറ്റീരിയൽ റിമൂവ് ചെയ്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ടു പെർമിറ്റ് വേരിയേഷൻ ഇൻ സൈസ്. നമുക്ക് ത്രെഡ് കട്ടിങ്ങിൽ വരുന്ന സൈസിൽ വരുന്ന വേരിയേഷൻസ് അനുസരിച്ച് നമ്മൾക്ക് അതിൻ്റെ പെരിഫറിയിൽ സ്ക്രൂ ടൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ സൈസിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സർക്കുലർ സ്പ്ലിറ്റ് ഡൈ എന്ന് പറയുന്നത്. വെൻ held in the die stock, variation in size can be made by using the adjusting screws. നമ്മൾ ഡൈ സ്റ്റോക്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡൈസ് ത്രെഡ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലുള്ള അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അത് ടൈറ്റ് ലൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് വേരി ചെയ്യിക്കാൻ സാധിക്കും. ദിസ് പെർമിറ്റ്സ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓഫ് ദി ഡെപ്ത് ഓഫ് കട്ട്. നമുക്ക് ഈ ഇത് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഈ ത്രെഡിൻ്റെ ഇനി ഡെപ്ത് കൂട്ടാനോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കും. വെൻ ദ സൈഡ് സ്ക്രൂസ് ആർ ടൈറ്റൻഡ് ദ ഡൈ വിൽ ക്ലോസ് സ്ലൈറ്റ്ലി. ചെറിയ തോതിൽ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ഡൈൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ഫോർ അഡ്ജസ്റ്റിംഗ് ദ ഡെപ്ത് ഓഫ് കട്ട്, ദ സെൻറ്റർ സ്ക്രൂസ് ഈസ് അഡ്വാൻസ്ഡ് ആൻഡ് ലോക്ക്ഡ് ഇൻ ദ ഗ്രൂവ്. പിന്നെ നമ്മൾ ഇതിനെ കറക്റ്റ് പൊസിഷനിൽ ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് ഉണ്ട്. അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഈ ഫിഗറിൽ കാണാൻ സാധിക്കും. സൈഡ് സ്ക്രൂസ്, സെൻറ്റർ സ്ക്രൂ, സൈഡ് സ്ക്രൂസ്. അപ്പോൾ ഈ സൈഡ് സ്ക്രൂസ് ഇതിനെ കറക്റ്റ് പൊസിഷനിൽ വെക്കുന്നതിന് വേണ്ടിയും സെൻറ്റർ സ്ക്രൂ ആണ് ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈസിൽ വരുന്ന വേരിയേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അത് സാധിക്കുന്നു. ഫോർ അഡ്ജസ്റ്റിംഗ് the depth of cut, the center screws is advanced and locked in the groove. This type of die stock called button pattern stock. Button pattern stock എന്നാണ് ഈ ടൈപ്പ് ഓഫ് ഡൈ സ്റ്റോക്ക് അറിയപ്പെടുക. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റ് പൊസിഷനിൽ ഈ ഡൈ വെച്ച് നമ്മുടെ സൈഡ് സ്ക്രൂസ് സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ ത്രെഡ് കട്ട് ചെയ്യേണ്ട റോഡിൻ്റെ എൻഡിൽ ചെറുതായിട്ട് ചാംഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നമ്മുടെ ഡൈ കറക്റ്റായിട്ട് സീറ്റിങ് ചെയ്തുകൊണ്ട്, അതിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ചാംഫർ നോക്കി നമുക്ക് അറിയാൻ പറ്റും ഏത് സൈഡാണ് കറക്റ്റ് ആദ്യം സീറ്റിംഗ് ആവേണ്ടത്. ആ സൈഡ് നോക്കി എൻഗേജ് ചെയ്തുകൊണ്ട് വലത്തേക്ക് ടേൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ ത്രെഡ് കട്ടിങ് ചെയ്യുക. അത് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും. ഏതായാലും
അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡൈ ആണ് ഹാഫ് ഡൈ എന്ന് പറയുന്നത്. ഹാഫ് ഡൈ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ 2 സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ് ഇതിൻ്റെ ഡൈ വരുന്നത്. ഹാഫ് ഡൈസ് ആർ സ്ട്രോങ്ങർ ഇൻ കൺസ്ട്രക്ഷൻ. ഇത് സെപ്പറേറ്റ് 2 പീസായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് കാഴ്ചയിൽ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ഈ പീസിനെ നമുക്ക് സൈഡിലുള്ള സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൽ നമുക്ക് സൈസ് വേരിയേഷൻ, അതായത് ഡെപ്ത്, ത്രെഡ് കട്ടിങ്ങിൻ്റെ ഡെപ്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ഈസിലി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഡെപ്ത് ഓഫ് കട്ട്. കട്ട് ഡെപ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഈ സൈഡിലുള്ള സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സാധിക്കും. ദീസ് ഡൈസ് ആർ അവൈലബിൾ ഇൻ മാച്ചിങ് പെയർസ് ആൻഡ് ഷുഡ് ബി യൂസ്ഡ് ടുഗെദർ. ഈ 2 പെയറും, അതായത് ഈ 2 പീസും കൂടി ഒരുമിച്ച് ഒരു പെയറായിട്ടാണ് നമ്മൾ ത്രെഡ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബൈ അഡ്ജസ്റ്റിംഗ് ദി സ്ക്രൂ ഓഫ് ദി ഡൈ സ്റ്റോക്ക്, ദി ഡൈ പീസസ് ക്യാൻ ബി ബ്രോട്ട് ക്ലോസർ ടുഗെദർ ഓർ ക്യാൻ ബി മൂവ്ഡ് അപ്പാർട്ട്. ഈ സൈഡിലെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ ഉള്ളിലേക്കോ പുറത്തേക്കോ നമുക്ക് നീക്കിക്കൊണ്ട് സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ നീഡ് എ സ്പെഷ്യൽ ഡൈ ഹോൾഡർ. ഈ ഹാഫ് ഡൈക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടു, അതിനുവേണ്ടി സ്പെഷ്യൽ വേറെ ഹോൾഡറാണ് വരുന്നത്. നമ്മൾ സർക്കുലർ സ്പ്ലിറ്റ് ഡൈ ഉപയോഗിക്കുന്ന ഒരു ഡൈ സ്റ്റോക്ക് അല്ല ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഹാഫ് ഡൈ സ്റ്റോക്ക് തന്നെ അവൈലബിൾ ആണ്. അടുത്ത ഒന്നാണ് അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് എ 2-piece ഡൈ സിമിലർ ടു ദി ഹാഫ് ഡൈ. ഹാഫ് ഡൈ പോലെ തന്നെ വരുന്ന വേറൊരു സെറ്റാണ് ഈ പറയുന്ന അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ എന്ന് പറയുന്നത്. അതിലും 2 സെപ്പറേറ്റ് പീസായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഡൈസ് വരുന്നത്. ദിസ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ദാൻ ദ സ്പ്ലിറ്റ് ഡൈ. സ്പ്ലിറ്റ് ഡൈയെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് സൈസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ കൊണ്ട് സാധിക്കും. ദ 2 ഡൈ ഹാവ്സ് ആർ ഹെൽഡ് സെക്യൂർലി ഇൻ എ കോളർ ബൈ മീൻസ് ഓഫ് എ ത്രെഡഡ് പ്ലേറ്റ് ഓർ ഗൈഡ് പ്ലേറ്റ് വിച്ച് ഓൾസോ ആക്ട്സ് ആസ് എ ഗൈഡ് വൈൽ ത്രെഡിങ്. നമുക്ക് ചിത്രത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഗൈഡ് പ്ലേറ്റ്, പിന്നെ ഇതിൽ ഡൈസിന് സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു കോളർ ഒക്കെ ഇതിൽ കാണാൻ സാധിക്കും. ആ കോളറും ഈ ഡൈസും അതുപോലെ ഗൈഡ് പ്ലേറ്റും കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ത്രെഡ് കട്ടിങ് ചെയ്തത്. വെൻ ദ ഗൈഡ് പ്ലേറ്റ് ഈസ് ടൈറ്റൻഡ് ആഫ്റ്റർ പ്ലേസിംഗ് ദ ഡൈ പീസസ് ഇൻ ദ കോളർ, ദ ഡൈ പീസസ് ആർ കറക്റ്റ്ലി ലൊക്കേറ്റഡ് ആൻഡ് റിജിഡ്ലി ഹെൽഡ്. നമ്മൾ ഈ കോളറിനകത്തേക്ക് ഈ 2 ഡൈ പീസസും വെച്ചതിന് ശേഷം നമ്മുടെ ഗൈഡ് പ്ലേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് പൊസിഷനിൽ ടൈറ്റ് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെറ്റപ്പായിട്ട് അത് മാറും. ദി ഡൈ പീസസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് യൂസിങ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ്. ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് അതിൻ്റെ സൈഡിൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് ഉണ്ട്. അത് ടൈറ്റ് ചെയ്തുകൊണ്ട് ലൂസ് നമുക്ക് വീണ്ടും ഈ ഡൈയുടെ പൊസിഷൻസ് മാറ്റാൻ നമുക്ക് സാധിക്കും. ദിസ് ടൈപ്പ് ഓഫ് ഡൈ സ്റ്റോക്ക് യൂസ്ഡ് ഈസ് കോൾഡ് ക്വിക്ക് കട്ട് ഡൈ സ്റ്റോക്ക്. ഇതിനെ ക്വിക്ക് കട്ട് ഡൈ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. എൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദി ബോട്ടം ഓഫ് ദ ഡൈ ഹാവ് ഈസ് ടാപ്പേർഡ് ടു പ്രൊവൈഡ് ദ ലീഡ് ഫോർ സ്റ്റാർട്ടിങ് ദ ത്രെഡ്. ഇനി ഈ ഡൈയിലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയ ഒരു ടാപ്പർ പൊസിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ത്രെഡിൻ്റെ എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനാണ്. അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ത്രെഡ് സ്റ്റാർട്ട് ചെയ്തത്. ഓൺ വൺ സൈഡ് ഓഫ് ഈച്ച് ഡൈ ഹെഡ് ദ സീരിയൽ നമ്പർ ഈസ് സ്റ്റാമ്പ്ഡ്. ഈ ഡൈസ് നമ്മുടെ ഉപയോഗിക്കുന്ന ഡൈയിലൊക്കെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഈ ബോത്ത് പീസസ് ഷുഡ് ഹാവ് ദ സെയിം സീരിയൽ നമ്പേഴ്സ്. ഒരേ സെറ്റിൽ ഉപയോഗിക്കേണ്ട 2നും ഒരേ സീരിയൽ നമ്പർ ആയിരിക്കും. ആ 2ഉം കൂടി ഒന്നിച്ച് ഒരു സെറ്റായിക്കൊണ്ടാണ് നമ്മൾ ത്രെഡ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ഡൈ നട്ട് ഉണ്ട്. ഒരു നട്ട് ഷേപ്പിലുള്ള ഒരു ഡൈ. അത് ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു പുതിയ ത്രെഡ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒരു ത്രെഡ് ചേസിങ്, അതായത് റീകണ്ടീഷനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ത്രെഡിൽ ചിലപ്പോൾ ഡാമേജുകൾ സംഭവിക്കാം. ഈ ഡാമേജ് സംഭവിച്ച ത്രെഡിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഡൈ നട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ദ ഡൈ നട്ട് ഈസ് യൂസ്ഡ് ഫോർ ചേസിങ് ഓർ റീകണ്ടീഷനിങ് ദ ഡാമേജ്ഡ് ത്രെഡ്. പറഞ്ഞില്ലേ,
ഡാമേജ് ആയിട്ടുള്ള ത്രെഡിനെ റീകണ്ടീഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഡൈ നട്ട് എന്ന് പറയുന്നത്. ഡൈ നട്ട്സ് ആർ നോട്ട് ടു ബി യൂസ് ഫോർ കട്ടിങ് ന്യൂ ത്രെഡ്സ്. പറഞ്ഞില്ലേ, ഒരു പുതിയ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈ നട്ട് സാധാരണ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ റീകണ്ടീഷനിങ് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഡൈ നട്ട് നമ്മൾ ഉപയോഗിക്കുക. ദ ഡൈ നട്ട്സ് ആർ അവൈലബിൾ ഫോർ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് സൈസസ് ഓഫ് ത്രെഡ്സ്. നമ്മൾ പല സൈസിലും പല സ്റ്റാൻഡേർഡിലും ഉള്ള ത്രെഡുകൾ, അതായത് നമുക്കറിയാം ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് അതുപോലെ ഡിഫറെൻറ്റ് സൈസസ് ഒക്കെയുള്ള ത്രെഡുകൾക്കുള്ള പ്രത്യേക ഡൈ നട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ ഡൈ നട്ട് ഉപയോഗിച്ച് ആ പർട്ടിക്കുലർ സൈസ് മാത്രം ചെയ്യുക. അങ്ങനെയാണ് ഈ ഡൈ നട്ട് ഉപയോഗിക്കുന്നത്. ദ ഡൈ നട്ട് ഈസ് ടേൺഡ് വിത്ത് എ സ്പാനർ. നമ്മൾ സാധാരണ നട്ടിന് ഉപയോഗിക്കുന്ന സ്പാനർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡൈ നട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ നട്ട് റീകണ്ടീഷനിങ് ചെയ്യുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക് എന്നുള്ള ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നോക്കുക. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കുന്നതിനും അതുപോലെ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് ഇനി ഇതിനെ കുറിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അല്ല, നമ്മൾ ഇനി റിവിഷൻ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.